ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തെരുവുനായ വിഷയത്തിൽ ബഹളവും പ്രതിഷേധവും ഇറങ്ങിപ്പോക്കും. കഴിഞ്ഞ ദിവസം 3 പേരെ തെരുവുനായ കടിച്ച വിഷയത്തിൽ നഗരസഭ വേണ്ട രീതിയിൽ നടപടി സ്വീകരിച്ചില്ല എന്നാരോപിച്ചായിരുന്നു BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം. BJP പ്രവർത്തകർ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൗൺസിൽ യോഗത്തിൽ ആദ്യ 4 അജണ്ടകൾ കഴിഞ്ഞതോടെ തെരുവുനായ വിഷയം കൗൺസിലർമാർ ഉന്നയിച്ചു. ഷൊർണൂർ നഗരസഭ തെരുവുനായ പ്രശ്നത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നായിരുന്നു ആക്ഷേപം. ഷെൽട്ടർ ഹോം പദ്ധതിയും ABC പദ്ധതിയും പ്രാവർത്തികമാക്കാൻ കഴിയാത്തതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ ദിവസം നഗരത്തിൽ 3 പേർക്ക് തെരുവുനായ കടിയേറ്റിട്ടും വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടില്ല, ABC പദ്ധതി നടപ്പാക്കിയില്ല തുടങ്ങിയ ആരോപണങ്ങൾ BJP കൗൺസിലർമാർ ഉന്നയിച്ചു. കൗൺസിൽ ഹാളിൽ തെരുവുനായയുടെ ചിത്രമുള്ള പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളായി തെരുവുനായകൾ അവരുടെ തേരോട്ടമാണ്. അതിൽ തെരുവുനായ കടിച്ച് 3 പേർക്ക് പരിക്കേൽക്കുകയും ആ കടിച്ച നായ മറ്റു നായകളെ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കടിച്ച നായ പിന്നീട് മരണപ്പെട്ടു എന്നറിഞ്ഞത്. അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് ആ നായയ്ക്ക് വിഷബാധ ഏറ്റിട്ടുണ്ടെന്ന്. വിഷബാധ ഏറ്റിട്ട് 3 പേർക്ക് കടിയേറ്റ ഈ സംഭവം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ നിമിഷം വരെ നഗരസഭയോ നഗരസഭയിലെ ആരോഗ്യ വകുപ്പോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ABC പ്രോഗ്രാം നടപ്പാക്കുന്നതിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് വന്ന വീഴ്ചയാണ് ഇത്രയേറെ തെരുവുനായ്ക്കൾ ഷൊർണൂരിൽ വരാനുണ്ടായ സാഹചര്യം. നഗരത്തിലെ തെരുവുനായ വന്ധീകരണം കാര്യക്ഷമമായില്ല. ഷൊർണൂരിലെ തെരുവുനായ്ക്കളുടെ വന്ധീകരണം കാര്യക്ഷമമായില്ല. ദിവസവും തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും നഗരസഭ കൈയൊഴുകുകയാണെന്നാരോപിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ ഇറങ്ങിപ്പോയത്. മാറ്റിവെച്ച ഫണ്ടുകൾ പോലും ഉപയോഗിക്കാതെ ജനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രവണതയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് UDF കൗൺസിലർ K കൃഷ്ണകുമാർ പറഞ്ഞു. നഗരസഭയിലെ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കൊന്നും നിരത്തിലിറങ്ങി നടക്കാൻ പറ്റാത്ത അത്ര വലിയ രൂക്ഷമായ തെരുവുനായ ശല്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷൊർണൂർ നഗരസഭ അതിനെതിരെ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ ഇടയായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഒരു കൌൺസിലറുടെ ഭർത്താവ് അടക്കമുള്ള 3 ആളുകളെ തെരുവുനായ കടിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ ആ പേ പിടിച്ച തെരുവുനായയാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ സ്കൂളുകൾക്ക് കുട്ടികൾക്ക് കയറാൻ പറ്റാതെ തെരുവുനായകൾ പിന്നാലെ ഓടിക്കൊണ്ട് കുട്ടികളാകെ ഭീതി പരത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഈ നഗരത്തിൽ വിളയാടുമ്പോൾ ഇവിടുത്തെ നഗരസഭാ അധികാരികൾ അതിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് രൂക്ഷമായ പ്രതിഷേധാർഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ തെരുവുനായ കടിയേറ്റ വിഷയത്തിൽ നഗരസഭ കൃത്യമായ ഏകോപനം നടത്തിയെന്നും മിക്ക ദിവസങ്ങളിലും നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളെ പിടികൂടി വന്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ചെയർപേഴ്സൺ P നിർമ്മല പറഞ്ഞു. BJP കൗൺസിലറുടെ വാർഡിൽ വരുന്ന ഷെൽട്ടർ ഹോം പദ്ധതി BJP തന്നെ എതിർത്ത് നല്ല പിള ചമയുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പ്രശ്നം അവിടെ കൃത്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നല്ല അവർക്കുള്ളത്. അതുപോലെ തന്നെ തെരുനായയുടെ കാര്യം പറയുകയാണെങ്കിലും തെരുനായ്ക്ക് വന്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിൽ വർഷാവർഷം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പൈസ കെട്ടിവെക്കുന്നുണ്ട്. അത് നോക്കുന്നതും അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വെറ്റിനറി ഡോക്ടറാണ്. അവരാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. നഗരസഭയ്ക്ക് കൈമാറി കിട്ടിയ സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് നഗരസഭ പദ്ധതി വെച്ചിട്ട് ഈ വിഹിതം അവർക്ക് കൈമാറുന്നതും അതിന്റെ ഇംപ്ലിമെന്റിംഗിന്റെ ഫുൾ അതോറിറ്റി അവരാണ്, വെറ്റിനറി ഡോക്ടറാണ്. പിന്നെ ഇപ്പൊ ഈ നായ്ക്കളെ വന്ധീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു ഓർഡർ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഷെൽട്ടർ പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചു. മുണ്ടായ ഭാഗത്ത് നമ്മൾ ഷെൽട്ടറിന് സ്ഥലം കണ്ടെത്തിയപ്പോൾ അവിടുത്തെ കൗൺസിലറാണ്
നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടുന്ന് ആളുകളുടെ ഒപ്പ് ശേഖരിച്ചിട്ട് ആ ഷെൽട്ടർ അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് തടുത്തു. അതേ സ്ഥാനത്ത് ഈ മുണ്ടായ കൗൺസിലറുടെ ഈ ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലം നിൽക്കണ വാർഡില് നായ്ക്കളെ ഒരു വീട്ടില് ഇഷ്ടത്തിന് വളർത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു പരാതിയില്ലാന്നും നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഷെൽട്ടർ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അതിനെ തടുക്കുകയും ചെയ്തിട്ട് നമുക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഹസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇത് ശരിക്കും ആത്മാർത്ഥമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ വാക്സിനേഷൻ എടുക്കുക, എല്ലാ വർഷവും പദ്ധതിയിൽ പൈസ ഉൾപ്പെടുത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഈ വർഷം നമുക്ക് പദ്ധതി പാസ്സായി വന്നിട്ടില്ല. 2 ഇലക്ഷൻ വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കണ കാരണം നമുക്ക് പദ്ധതികൾ സമർപ്പിച്ചിട്ട് അത് പാസ്സായി കിട്ടിയിട്ടില്ല. പാസ്സായി പൈസ വരുന്ന മുറയ്ക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ ഓൺ ഫണ്ടിൽ നിന്ന് തുക എടുത്തിട്ടാണ് ഇന്നലെ രാത്രി മുതൽ അവിടെ വാക്സിനേഷൻ നടക്കുകയാണ് നമ്മുടെ ഷൊർണൂര്. അപ്പൊ ഇതൊക്കെ നമ്മുടെ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നടക്കുന്നത്. അന്ന് 3 ആളുകൾക്ക് കടിയേച്ചു എന്ന് പറഞ്ഞു. ആ നായ കൊല്ലപ്പെട്ടപ്പോൾ നമ്മളതിനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതും അതിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നഗരസഭയും വെറ്റിനറി ഡോക്ടറാണ്. നമുക്കിപ്പോൾ അതിനെ പോസിറ്റീവാണെന്ന് സ്ഥിരീകരിക്കാൻ നമ്മൾ മുൻകൈ എടുത്തിട്ടാണ് പ്രവർത്തിച്ചത്. കാരണം വേറെ നായ്ക്കൾ അത് കടിച്ചിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ ആളുകളെയും കടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തും കൊണ്ടതാണ് നഗരസഭ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവർക്കിപ്പോ ആവശ്യം അവരെന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഷോ കാണിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.